ലൈലത്തുൽ ഖദറിന്റെ പുണ്യമായ രാവിലേക്കാണ് നാം ഓരോരുത്തരും പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നത്. പുണ്യമായ ദിനരാത്രങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം കൂടുതൽ ഇബാദത്തുകൾ കൊണ്ട് പടച്ചിറപ്പിലേക്ക് അടുക്കേണ്ട ദിനരാത്രങ്ങൾ. പുണ്യമായ ലൈലത്തുൽ ഖദറിൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പുണ്യമായ ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷിക്കപ്പെടുന്ന രാവിലെ ചെയ്യേണ്ട ഒന്നാമത്തെ അമൽ നിസ്കാരമാണ്. ആ നിസ്കാരം പടച്ചിറപ്പിലേക്ക് നാം നിർവഹിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ കരിച്ചു കളയാൻ അത് കാരണമാക്കുന്നതാണ്. രണ്ടാമതായി ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു, ഈ രാവിൽ കൂടുതൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, പാപമോചനത്തിൽ തേടണം. മൂന്നാമതായി ഹബീബായ തങ്ങൾ രാത്രിയെ സജീവമാക്കിയിരുന്നു. എല്ലാ ഇബാദത്തുകളുടെയും ഒരു കൂട്ടം തന്നെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെയ്യുമായിരുന്നു. നാലാമതായി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫിലിരിക്കുമായിരുന്നു. ഇത് ഹബീബായ തങ്ങളുടെ വഫാത്ത് വരെ നബിതങ്ങൾ തുടർന്നതായും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ 4 ഇബാദത്തുകൾക്ക് കൂടുതൽ മുൻതൂക്കം നൽകുക, ലൈലത്തുൽ ഖദറിനെ കരസ്ഥമാക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ.